കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു മരിച്ച ബിന്ദുവിന്റെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. തലക്കേറ്റ ഗുരുതര പരിക്കും ആന്തരിക രക്തസ്രാവവുമാണ് മരണകാരണം. വാരിയലുകൾ പൂർണ്ണമായും ഒടിഞ്ഞു. ആന്തരിക അവയവങ്ങൾക്ക് ഗുരുതരമായി ക്ഷതമേറ്റെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. അപകടത്തിൽ വകുപ്പുതല നടപടിക്ക് സാധ്യതയുണ്ട്. അതിദാരുണമായ മരണമാണ് ബിന്ദുവിനുണ്ടായതെന്ന് വ്യക്തമാക്കുന്നതാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അപകടത്തിൽ തലയോട്ടി പൊട്ടി തലച്ചോർ പുറത്തു വന്നു. വാരിയല്ലുകൾ പൂർണ്ണമായും ഒടിഞ്ഞു. ശ്വാസകോശം, ഹൃദയം, കരൾ ഉൾപ്പെടെയുള്ള ആന്തരിക അവയവങ്ങൾക്ക് ഗുരുതരമായ ക്ഷതമേറ്റെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ബിന്ദുവിന്റെ പോസ്റ്റ്മോർട്ടം നടന്നത്. അതേസമയം അപകടത്തിൽ കടുത്ത നടപടികളിലേക്ക് കടക്കാനാണ് സർക്കാർ നീക്കം. സൂപ്രണ്ട് അടക്കമുള്ളവർക്കെതിരെ നടപടിയുണ്ടായേക്കും. സൂപ്രണ്ട് പങ്കുവച്ച വിവരങ്ങൾ മന്ത്രിമാർ മാധ്യമങ്ങളോട് പറഞ്ഞത് തിരിച്ചടിയായെന്നും സർക്കാർ വിലയിരുത്തുന്നു. ഇക്കാര്യത്തിൽ മന്ത്രിമാർ ഇന്നലെ ചേർന്ന അവലോകന യോഗത്തിൽ അതൃപ്തി അറിയിച്ചു. നോക്കൂ, അത് ഞാൻ പരിശോധിക്കാം. നമുക്ക് ഇപ്പൊ എനിക്ക് ഇവിടെ ഒന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. ഇതിന്റെ കൺസ്ട്രക്ഷൻ ഇയർ ഏതാണ്, പിന്നെ ഇതിനകത്ത് പെർമിറ്റ് കൊടുത്തിരിക്കുന്ന ഇയർ ഏതാണ്, ഇതൊക്കെ പരിശോധിക്കണം. എനിക്ക് 7 ദിവസത്തെ സമയമാണ് തന്നിരിക്കുന്നത്. അതിനിടയിൽ ഞാനത് പൂർത്തിയാക്കി. പുതിയ ബ്ലോക്കിന്റെ പണി പൂർത്തിയായിട്ടും ഉദ്ഘാടനം വൈകിയതിൽ മുഖ്യമന്ത്രിയും അതൃപ്തി വ്യക്തമാക്കി. അപകടം സംബന്ധിച്ച് ഒരാഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് കലക്ടർ സർക്കാരിന് സമർപ്പിക്കും. മീഡിയ 1 കോട്ടയം.